എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു വാഹനത്തിൽ അഥവാ ഒരു കാറിൽ നമ്മളുടെ ഡ്രൈവിംഗ് പൊസിഷൻ എങ്ങനെ നമുക്ക് കണ്ടെത്താം എന്നുള്ളതിനെ കുറിച്ചാണ്. എല്ലാവർക്കും പൊതുവേ കാറൊക്കെ ഡ്രൈവ് ചെയ്യാനും ഡ്രൈവിംഗ് വളരെ ക്രേസി ആയിട്ടുള്ള ആളുകളും ഒക്കെ ഉണ്ടാവും. പക്ഷേ നമുക്ക് പലപ്പോഴും കണ്ടെത്താൻ പറ്റാത്ത ഒരു കാര്യമാണ് നമ്മുടെ ഡ്രൈവിംഗ് പൊസിഷൻ. നമുക്ക് എപ്പോഴും ഒരു ഡിസ്റ്റർബൻസ് ഫീൽ ചെയ്യും. അപ്പം വളരെ കുറഞ്ഞ ആളുകളാണ് അത് കംഫർട്ടായിട്ട് അത് കണ്ടെത്തി ഡ്രൈവ് ചെയ്യുന്നത്. അപ്പം ഇതിന് ശ്രദ്ധിക്കേണ്ട ഡ്രൈവിംഗ് പൊസിഷൻ നമുക്ക് കണ്ടെത്താനായിട്ട് ചില ടിപ്സാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. കാറിൽ ശരിയായ ഡ്രൈവിംഗ് പൊസിഷൻ കണ്ടെത്താൻ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ആണുങ്ങളാണെങ്കിൽ നമ്മുടെ ബാക്ക് പോക്കറ്റുകളിൽ പേഴ്സ്, മൊബൈല് ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ സാധാരണ വാഹനത്തിലേക്ക് കയറിയിരിക്കുക. ഇത് ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ ഡ്രൈവിംഗ് സീറ്റിലിരുന്ന് ആ ഇരുത്തം ശരിയാവില്ല. അതുപോലെ തന്നെ നമ്മുടെ നട്ടെല്ലിൻ്റെ പ്രവർത്തനത്തിലും ഈ ഇരിപ്പ് നല്ലതല്ല. അതുകൊണ്ട് ഈ ഒരു പോയിന്റ് നിങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തത്, ശരിയായ ഡ്രൈവിംഗ് പൊസിഷൻ ലഭിക്കുന്നതിൽ സീറ്റ് എങ്ങനെ ക്രമീകരിക്കുന്നു, സീറ്റിൻ്റെ പൊസിഷൻ എങ്ങനെ ക്രമീകരിക്കുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയുള്ള കാര്യമാണ്. നിങ്ങൾ വാഹനത്തിൽ കയറി ഇരുന്നതിന് ശേഷം നിങ്ങളുടെ കാലിൻ്റെ ലെങ്ത്തും കൈയുടെ നീളവും പൊസിഷനും ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ സീറ്റ് മുന്നോട്ടോ ബാക്കോട്ടോ അപ്പ് ആൻഡ് ഡൗൺ സൈഡ് വൈസ് ഒക്കെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ് നമുക്ക് ചെയ്യാവുന്നതാണ്. സ്റ്റിയറിംഗ് വീലിനോട് ഒരുപാട് അടുത്ത് നിന്ന് ഇങ്ങനെ ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ, ഒരുപാട് അകലെ ഇരുന്ന് ഡ്രൈവ് ചെയ്യുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പം അത് അവനവൻ്റെ കംഫർട്ട് അനുസരിച്ച് അധികം അടുത്തും അധികം അകലെ അല്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് സീറ്റൊക്കെ സെറ്റ് ചെയ്ത്, അതുപോലെ സ്റ്റിയറിംഗ് വീലുകളിലും പുതിയ വാഹനങ്ങളിലൊക്കെ അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. വാഹനത്തിൻ്റെ സീറ്റിൻ്റെ ഹൈറ്റ്, അതായത് നമ്മൾ മുന്നോട്ടും ബാക്കോട്ടും ഒക്കെ ഉള്ള പോലെ തന്നെ വാഹനത്തിൻ്റെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് പല ന്യൂ ജനറേഷൻ അല്ലാതെ പുതിയ വാഹനങ്ങളിലൊക്കെ നമുക്ക് ലഭിക്കുന്നതാണ്. ഇതും നമ്മൾ ഉപയോഗപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. ഞാൻ മുന്നേ പറഞ്ഞ പോലെ സ്റ്റിയറിങ്ങിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വളരെ പ്രാധാന്യമുള്ളതാണ്. സ്റ്റിയറിംഗ് അഡ്ജസ്റ്റ്മെൻ്റ് ഉള്ള വാഹനങ്ങളിൽ നമ്മൾ സ്റ്റിയറിംഗ് അപ്പ് ആൻഡ് ഡൗണോ സൈഡ് വൈസോ അഡ്ജസ്റ്റ് ചെയ്ത് നമ്മുടെ കംഫർട്ടിനനുസരിച്ച് ഡ്രൈവ് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ കാലുകളുടെ സ്ഥാനം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടാണ്. കാൽമുട്ട് വാഹനത്തിൻ്റെ ഫ്ലോറിൽ മുട്ടി നിൽക്കുകയും അതുപോലെ തള്ളവിരലടങ്ങുന്ന പാദത്തിന് മുൻഭാഗം എന്ന് വെച്ചാൽ ഈ പാദവിരലിൻ്റെ മുൻഭാഗം കൃത്യമായി വരുന്ന രീതിയിലാണ് നമ്മൾ കാല് വെക്കേണ്ടത്. നമ്മളിങ്ങനെ ചെരിച്ചും അങ്ങനെയൊക്കെ കാല് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഡ്രൈവിംഗ് കംഫർട്ട് ഉണ്ടാവില്ല ഒരിക്കലും. അതുപോലെ തന്നെ കാൽമുട്ടുകൾ നമ്മൾ മടക്കി സാധാരണ ഇരിക്കുമ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കുമ്പോഴുള്ള രീതിയിൽ തന്നെ മടക്കി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക. എപ്പോഴും നമ്മൾ ബ്രേക്കും ആക്സിലേറ്ററും ക്ലച്ചും ഒക്കെ ചവിട്ടാൻ എളുപ്പമുള്ള രീതിയിൽ നമ്മുടെ കാലുകൾ വെക്കുന്നത് നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൽ നമ്മുടെ കൈകൾ നേരെ പിടിക്കുക. എപ്പോഴും സ്റ്റിയറിംഗ് വീലിൽ നമ്മുടെ കൈകൾ നേരെ പിടിക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് വീലിൻ്റെ ഏകദേശം മുകൾ ഭാഗത്തായി വരുന്നതെങ്കിൽ സീറ്റിംഗ് പൊസിഷൻ ഏറെക്കുറെ കറക്റ്റായിരിക്കും. നമ്മൾ സ്റ്റിയറിംഗ് ജസ്റ്റ് പിടിക്കുമ്പോൾ നമ്മൾ കംഫർട്ടായിട്ട് പിടിക്കുമ്പോൾ തന്നെ സ്റ്റിയറിങ്ങിൻ്റെ ഏകദേശം ഹാഫിന് തൊട്ട് മുകളിലാണ് നമ്മുടെ കൈ ഇരിക്കുന്നതെങ്കിൽ ഏകദേശം നമ്മുടെ സീറ്റിംഗ് പൊസിഷൻ കറക്റ്റാണെന്ന് മനസ്സിലാക്കാം. ഇല്ലെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. സ്റ്റിയറിംഗ് താഴെ ഇങ്ങനെയൊക്കെ പിടിച്ച് ഓടിക്കുമ്പോൾ നമ്മൾ എപ്പോഴും അപകട സാധ്യതയാണ് വിളിച്ചു വരുന്നത്. സ്റ്റിയറിംഗ് പൊസിഷൻ, നമ്മൾ കൈ പിടിക്കുന്ന പൊസിഷൻ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്. അതുപോലെ തന്നെ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ് വീൽ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംവിധാനം ഉണ്ടെങ്കിൽ അത് നമുക്ക് പ്രയോജനപ്പെടുത്താവുന്നതാണ്. സ്റ്റിയറിംഗ് വീലിൽ ഞാൻ പറഞ്ഞ പോലെ കൈവെക്കേണ്ടതിന് ഒരു രീതിയുണ്ട്. ക്ലോക്കിൽ ഏകദേശം 9 മണിയും 3 മണിയും ഇരിക്കുന്ന ഒരു രീതിയുണ്ട്, ഒരു ദിശയുണ്ടല്ലോ. ആ രീതിയിലാണ് നമ്മൾ കൈവെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഏകദേശം ഹാഫിന് തൊട്ട് മുകളിലായിട്ട്. കാരണം വെച്ചാൽ 9ഉം 3ഉം നിൽക്കുന്ന രീതിയിൽ ഏകദേശം സ്റ്റിയറിംഗ് വീലിൻ്റെ ഹാഫിന് തൊട്ട് മുകളിൽ നമ്മൾ പിടിക്കുന്നതാണ് എപ്പോഴും നല്ലത്. അല്ലെങ്കിൽ 10 മണി 2 മണി രീതിയിൽ സ്റ്റിയറിംഗ് വീൽ പിടിക്കുന്നതും കുഴപ്പമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ എല്ലാം ക്രമീകരിച്ചതിന് ശേഷം വാഹനത്തിൻ്റെ വിൻഷീൽഡിൽ കൂടിയുള്ള കാഴ്ച ഒന്നും നിങ്ങളെ മറയ്ക്കുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക. നിങ്ങൾ എല്ലാം ക്രമീകരിച്ച് വെച്ചതിന് ശേഷം നിങ്ങൾ വാഹനത്തിൽ ഇരുന്ന് ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ വിൻഷീൽഡിൽ നിന്നുള്ള
ഒരു മറവും നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നില്ല എന്ന് ഉറപ്പുവരുത്തണം വാഹനം പോകുന്നതിന് മുന്നേ. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, ഡ്രൈവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ നിർബന്ധമായിട്ടും സീറ്റ് ബെൽറ്റ് ധരിക്കുക. അത് മറക്കാതിരിക്കുക. സേഫ്റ്റി റിലേറ്റഡ് കാര്യമാണ്. ഈ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് എത്തിക്കുക. നന്ദി, നമസ്കാരം.